വാഹനത്തിലെ ഫാസ്ടാഗ് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ 2026 ഓടുകൂടി ഈ നമ്മുടെ ടോൾ പ്ലാസകളിലെല്ലാം ഫേസ്ലെസ് ഫ്രീ ആയിട്ടുള്ള സംവിധാനം വരാൻ പോവുകയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാസ്ടാഗ് ഇപ്പോൾ നമുക്ക് ടോൾ പ്ലാസകളിൽ നമ്മൾ വണ്ടി നിർത്തി ടൈം എടുത്തിട്ടാണ് നമ്മുടെ ഫാസ്ടാഗുകൾ സ്കാൻ ചെയ്ത് മറ്റും പോകുന്നത്. അപ്പോൾ ഇനി മുതൽ ഈ പറഞ്ഞതുപോലെ ഫേസ്ലെസ് ഫ്രീ സംവിധാനം വരികയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടികളിൽ ഫാസ്ടാഗ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പുതിയ ഫാസ്ടാഗ് എടുക്കുവാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്ററിൽ ഇപ്പോൾ നിരവധി ഫാസ്ടാഗുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ സംവിധാനം അനുസരിച്ച് നമ്മൾ ഫാസ്ടാഗ് എടുക്കുമ്പോൾ നമ്മുടെ SG ചാനലിലെ വിവിധ വീഡിയോകളിൽ ഫാസ്ടാഗിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം എന്ന് പറഞ്ഞാൽ ഫാസ്ടാഗ് എടുക്കുമ്പോൾ ഇപ്പോൾ പഴയതുപോലെ വളരെ സിമ്പിളായിട്ടല്ല നമ്മൾ ഫാസ്ടാഗ് എടുക്കുന്നത്. അപ്പോൾ ഫാസ്ടാഗ് എടുക്കുമ്പോൾ അതിനകത്ത് KYCയും മറ്റു കാര്യങ്ങളും എല്ലാം മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ചെയ്തിട്ടാണ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അല്ലാതെ ചെയ്യുന്ന ഈ പറഞ്ഞ ഫാസ്ടാഗുകൾ നിങ്ങൾ ടോൾ ബൂത്ത് വഴിയിലും മറ്റും പോകുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഫാസ്ടാഗിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന സെൻറ്ററിൽ നിന്ന് തന്നെ നമ്മൾ ഫാസ്ടാഗ് എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിവിടെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വണ്ടി കൊണ്ടുവന്നതിന് ശേഷം വണ്ടിയുടെ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഫോട്ടോയും അതിൻ്റെ ഫാസ്ടാഗ് ഒട്ടിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം അവരുടെ വെബ്സൈറ്റിൽ അന്നേരം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓരോ കസ്റ്റമറുടെയും ഫാസ്ടാഗ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുമൂലം നിങ്ങൾക്ക് പിന്നീട് ഇപ്പോൾ ഒരു ഫാസ്ടാഗ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷേ നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ ഫാസ്ടാഗ് എടുക്കുമ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അവർ ഈ മൊത്തം കാര്യങ്ങളും ചെയ്യാതെ കണ്ട് നമുക്ക് ജസ്റ്റ് സ്റ്റിക്കർ ഒട്ടിച്ച് ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്തങ്ങോട്ട്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ഫാസ്ടാഗ് എങ്ങനെയാണ് എടുക്കുന്നത് അതിൻ്റെ കാര്യങ്ങളോ അതോടൊപ്പം തന്നെ അത് റീചാർജ് ചെയ്യുന്ന കാര്യങ്ങളോ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയുടെ കമൻറ്റിലൂടെ ഞങ്ങൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനിയും ഫാസ്ടാഗ് എടുക്കാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടിക്ക് പുതിയ ഫാസ്ടാഗ് എടുക്കുക. അതോടൊപ്പം തന്നെ പഴയ ഫാസ്ടാഗ് നിങ്ങളുടെ ഇപ്പം വർക്ക് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മളത് റീപ്ലേസ്മെൻറ്റ് ടാഗിലൂടെ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ നിരവധി ഓപ്ഷൻ നമ്മുടെ കിടങ്ങന്നൂർ കോമൺ സർവീസ് സെൻറ്ററിലുണ്ട്. അപ്പോൾ ഫാസ്ടാഗിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ എല്ലാ വണ്ടിയുള്ള സുഹൃത്തുക്കളിലും ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.